ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പെന്തക്കോസ്താ തിരുനാളിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാഭിഷേകത്തിൽ നമ്മളെ ജ്വലിക്കാൻ നമ്മളെ കൂടുതൽ സഹായിക്കുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെട്ടാലോ? അത് പരിശുദ്ധ അമ്മയാണ്. ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ മനസ്സിൽ അത് ഉണ്ടായി കാണും. പരിശുദ്ധാത്മാവും പരിശുദ്ധ അമ്മയും തമ്മിൽ വളരെ അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമുണ്ട് എന്ന് നമുക്ക് അറിയാം. അത് മറ്റൊന്നുമല്ല, ദൈവം തൻ്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയക്കാൻ തീരുമാനിച്ചപ്പോൾ അതിന് യോഗ്യമായി കണ്ടെത്തിയ ആ ഒരു ആലയം, ആ ഉദരം പരിശുദ്ധ അമ്മയുടേതായിരുന്നു. ഈശോയുടെ മനുഷ്യാവതാരം പരിശുദ്ധ റൂഹായുടെ പ്രവർത്തനമാണെന്ന് നമുക്കറിയാമല്ലോ. പരിശുദ്ധാത്മാവ് മുഴുവനായും പൂർണ്ണമായും ഏതെങ്കിലും ഒരു വ്യക്തിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മയിലാണല്ലോ. പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് ജന്മം നൽകാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞതൊക്കെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. തൻ്റെ പ്രിയ മണവാട്ടിയായ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് നേരെ അവിടുന്ന് കണ്ണടയ്ക്കുകയില്ല, മുഖം തിരിക്കുകയില്ല എന്ന് നമുക്കറിയാം. വിശുദ്ധനായ ലൂയിസ് ഡി മോൺഫോർട്ട് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മരിയഭക്തി എന്നുള്ള പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധ അമ്മയോട് ബന്ധപ്പെടുത്തി പറയുന്നത് പ്രകാരമാണ്: മറിയത്തിൽ നിന്ന് ഉയരുന്ന ഒരു പ്രാർത്ഥനയ്ക്ക് നേരെയും പരിശുദ്ധാത്മാവ് എൻ്റെ ചെവി തിരിക്കുകയില്ല എന്നത്. കാരണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളോട്, അവിടുത്തെ പ്രചോദനത്തോട് ഇത്രമാത്രം തീക്ഷ്ണതയോടെയും തീവ്രതയോടെയും അനുസരിച്ച വിധേയപ്പെട്ട മറ്റൊരു മനുഷ്യ വ്യക്തി ഇല്ലായിരുന്നു. അത് പരിശുദ്ധ അമ്മ മാത്രമാണ്. മംഗളവാർത്ത മുതൽ, അല്ലെങ്കിൽ അതിന് ജനനം മുതൽ തന്നെ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കാൻ അമ്മയോളം തീക്ഷ്ണമായിട്ട് പ്രവർത്തിച്ച മറ്റൊരാളില്ല. അത് കുരിശിൻ്റെ ചുവട്ടിൽ അവസാനിക്കുന്നു. തുടർന്ന് വീണ്ടും ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം സഭയെ പടുത്തുയർത്താൻ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ശിഷ്യന്മാരെ ഒരുക്കിയതും പരിശുദ്ധ അമ്മയാണ്. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ദൗത്യം നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമാണ്. പരിശുദ്ധ റൂഹ തൻ്റെ ആവാസത്താൽ സ്വന്തമാക്കിയ പരിശുദ്ധ അമ്മ നമ്മളെ ഇതേ റൂഹായാൽ നിറയപ്പെടാൻ നമ്മൾ പ്രാർത്ഥിക്കും. ഉറപ്പായിട്ടും അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ സങ്കേതവും തേടുന്ന ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയപ്പെടാതിരിക്കാൻ സാധിക്കില്ല, കഴിയില്ല എന്ന് നമുക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് ഈ പെന്തക്കോസ്താ തിരുനാളിന് ഏറെ പ്രത്യേകമായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എന്നെ കേൾക്കുന്ന എല്ലാവരും ഉറപ്പായിട്ടും ഈ അഭിഷേകത്തിൽ നിറയാൻ പിടിക്കേണ്ട കരങ്ങൾ പരിശുദ്ധ അമ്മയുടേതാണ്. പരിശുദ്ധാത്മാവെ, അവിടുത്തെ വിശ്വസ്ത ദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ ഞങ്ങൾ വന്ന് നിറയണമേ. ആമേൻ.